അങ്ങനെ ടി വി എസ് RT XD4 എന്ന് പറഞ്ഞ 300 cc ഒരു എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഗോവയിൽ വെച്ച് നടന്ന ടി വി എസിന്റെ മോട്ടോസോളിൽ വെച്ചാണ് ഈ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റേസിംഗ് ത്രോട്ടൽ റെസ്പോൺസ് XD4 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു ഡബിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ഉള്ള എഞ്ചിനാണ്. എക്സോസ്റ്റിന് രണ്ടും ഇൻടേക്കിന് രണ്ടും അങ്ങനെ മൊത്തം 4 വാൽവുകളാണ് ഈ എഞ്ചിന് വരുന്നത്. ടൈമിംഗ് ചെയിന്, പിസ്റ്റൺ റിങ് ഇങ്ങനെയുള്ള ബാക്കി പാർട്സുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ പാർട്സുകളൊക്കെ എക്സ്റേ ഡ്രോയിങ് വെച്ചിട്ട് നമ്മൾ തൊട്ട് പരിചയപ്പെടുത്തി കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതൊരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് എഞ്ചിനാണ്. അപ്പൊ ഈ എഞ്ചിൻ സ്ലിപ്പർ ക്ലച്ചോട് കൂടിയ 6 സ്പീഡ് ഗിയർ ബോക്സ് നൽകുന്ന ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിന്റെ ബോർ ആൻഡ് സ്ട്രോക്ക് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ 78 Nm ഇൻറ്റു 62.6 Nm സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള 299 cc എഞ്ചിനാണ്. അവർ പരിശോധിച്ച് 35 PS at 900 RPM. ടോർക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ 28.5 Nm at 7000 RPM ആണ്. പിന്നെ മോട്ടോസോളിൽ TVS റോണിന്റെ പുതിയ 2 കളർ വേരിയന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എഞ്ചിൻ വെച്ച് വരാനുള്ള മോട്ടോർ ഏതൊക്കെയാന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ TVSന്റെ ഇനി വിടവ് നികത്താനുള്ളത് ADV മോട്ടോർ ആണ്. അപ്പാച്ചി RTX എന്ന് പറഞ്ഞു ട്രേഡ് മാർക്ക് നെയിം നമുക്ക് ലീക്കായി കിട്ടിയിട്ടുണ്ട്. ഈ എഞ്ചിനായിരിക്കും TVSന് വരാൻ പോകുന്ന പുതിയ ADV ബൈക്കിനും സ്കാംബ്ലർ മോട്ടോർസൈക്കിളിന് TVS നൽകാൻ പോകുന്നു. സ്കാംബ്ലർ മോട്ടോർസൈക്കിൾ റോണിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. പിന്നെ ഒരു റോണിന്റെ 300 cc എഞ്ചിൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ TVSന് അപ്പാച്ചി RTR 300 അപ്പാച്ചി RR 300 വരാൻ സാധ്യത. ഈ എഞ്ചിൻ വെച്ചുള്ള ഫസ്റ്റ് മോട്ടോർസൈക്കിൾ 2025 മിഡോടുകൂടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ എഞ്ചിനെ പറ്റിയും വരാൻ പോകുന്ന മോട്ടോർസൈക്കിളിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.